നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. കൊടുങ്ങല്ലൂർ സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണീയം പദ്ധതിയുടെ ഭാഗമായി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നാരായണൻകുട്ടി മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ആദരിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കൊടുങ്ങല്ലൂർ സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണീയം പദ്ധതിയുടെ ഭാഗമായി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നാരായണൻകുട്ടി മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രമോഹൻ കാത്തോളിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കലാകാരന്മാരായ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി, KPSC രാധാമണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുരളി ചീരോത്ത്, കൗൺസിലർ C നന്ദകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് വൈസ് ചെയർമാൻ പ്രകാശ് കൊട്ടാരക്കര, കൗൺസിലർമാരായ PN വിനയചന്ദ്രൻ, ഗിരിജ ശിവൻ, മുരളീധരൻ കുന്നത്ത്, KK മോഹനൻ, ജോയ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ SSLC, +2, CBSE, ICSE, മതബോധനം എന്നിവയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോയും സമ്മാനിച്ചു. മാതാപിതാക്കളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഇരിങ്ങാലക്കുട രൂപത സോഷ്യൽ ആക്ഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോമിൻ ചെരടായി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ടോം മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു. പോട്ട KECUP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ ജോയ് കൊടിയൻ സമ്മാനദാനം നിർവഹിച്ചു. സോഷ്യൽ ആക്ഷൻ ഫോറം പ്രസിഡന്റ് പോൾ പുല്ലൻ, ബീന ഡേവിസ്, വർഗീസ് ചേനത്തുപറമ്പിൽ, PK ജോസഫ്, ജാൻസി വിൽസൺ, PK കൊച്ചാപ്പു, TK ജോസ്, ജിംസൺ ചേനത്തുപറമ്പിൽ, സെബി പല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി സംസ്ഥാനതലത്തിൽ ജേതാവായ CM അനാനെ അഴീക്കോട് നേതാജി യൂത്ത് സെന്റർ ആൻഡ് കൾച്ചറൽ സെന്റർ ആദരിച്ചു. ചക്കാലക്കൽ CS മുഹമ്മദ് റോഷന്റെ മകനാണ് CM അനാൻ. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പുരസ്കാരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അഴീക്കോട് നേതാജി യൂത്ത് സെന്റർ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് MH മുഹമ്മദ് അധ്യക്ഷനായി. MN സുധൻ, MM യഹിയ, PA ഗിരീഷ്, PP ജെയ്സൺ, PV ബ്രിജിലാൽ, MK കമറുദ്ദീൻ, PA വിശ്വനാഥൻ, MM റഷീദ് എന്നിവർ സംസാരിച്ചു. കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സഹകരണ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാറിയുള്ള ഒരുപാട് അഴിമതികളും ഓരോ കാലഘട്ടത്തിലും നടത്തി തെരഞ്ഞെടുപ്പിൽ മാത്രം സഹകരിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞാൽ വിഘടിച്ചുകൊണ്ടും പ്രവർത്തനം നടത്തുന്ന ഒരു ഭരണസമിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന്റെ പേരിൽ ഇവർ യോജിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാൻ ഭൂരിപക്ഷം ഉണ്ടാവില്ല. മണ്ഡലം പ്രസിഡന്റ് സാജു ചിറക്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജയശ്രീ ശ്രീരാമൻ, DCC മെമ്പർ AC ജോയ്, പോൾസൺ കൊടിയൻ, സേതുമോൻ ചിറ്റേത്ത്, വിജി വിൽസൺ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. കൊടുങ്ങല്ലൂർ സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണീയം പദ്ധതിയുടെ ഭാഗമായി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നാരായണൻകുട്ടി മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു.
പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ആദരിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.